ഈയിടെ നമ്മൾ കേട്ടുവന്ന ന്യൂസുകളിൽ ഒരുപാട് ഷോക്കിംഗ് ആയിട്ടുള്ള കുറച്ച് ന്യൂസ് നമ്മൾ 2025 കേട്ടു. അതായത് 14 വയസ്സുകാരൻ സഹോദരിയായ 16 വയസ്സുകാരിയെ ഗർഭിണിയാക്കി അതിന് കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊരു സ്ഥലത്തൊരു കേസ് എന്ന് വെച്ചാൽ സഹോദരിയുടെ 2 വയസ്സുള്ള കുഞ്ഞിനെ സഹോദരൻ കിണറ്റിലെറിഞ്ഞു കൊന്നു എന്നുള്ള ഒരു വാർത്തയൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. അല്ല, വേറെ പല ന്യൂസുകളുണ്ട്. എന്നാൽ ഇത് രണ്ടും ഞാൻ എടുത്തു പറയുന്നത് സഹോദരി സഹോദരൻ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചും പൊതുവായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് മൈത്രേൻ സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ. ഈ സഹോദരൻ സഹോദരി എന്നുള്ള ബന്ധം നമ്മൾ കാണുന്നത് വേറൊരു തലത്തിലാണ്. അപ്പൊ ആ ബന്ധത്തിൽ ശാരീരികമായിട്ടുള്ള ബന്ധം കടന്നു വരുന്നതും അങ്ങനെയുള്ളൊരു വികാരം ഒരു സഹോദരനും സഹോദരിയും തമ്മിൽ ഉണ്ടാവുക എന്നുള്ളത് ചില ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പൊ ഈ സഹോദരങ്ങൾ തമ്മിലുള്ള ഇത്തരത്തിലുള്ളൊരു ബന്ധത്തിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ഇതുപോലുള്ളൊരു അന്ത്യത്തിലേക്ക് വരുന്നത്. മൈത്രേന്റെ ഒരു വീക്ഷണത്തിൽ ഈ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഇങ്ങനെയുള്ളൊരു വികാരങ്ങൾ കടന്നു വരുന്നതിനെ മൈത്രേൻ എങ്ങനെയാണ് അത് കാണുന്നത്? അതിൽ നമ്മൾ എന്തായിരിക്കും അങ്ങനെയുള്ളൊരു വികാരങ്ങൾക്കുള്ളൊരു കാരണമായിട്ടും അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മളൊരു 100-200 സഹോദരന്മാരെ എടുക്കുകയാണെങ്കിൽ അവരുടെ ഇടയിലൊന്നും അത്തരത്തിലുള്ളൊരു ബന്ധം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനെ ആദ്യം മനസ്സിലാക്കുന്നത് വളരെ റയറായിട്ടുള്ള ഒരു സംഭവമായിട്ട് നമ്മൾ മനസ്സിലാക്കും. ഇൻബ്രീഡിങ് എന്ന് പറയും. ഇൻബ്രീഡിങ് ആയിട്ടിരിക്കുന്ന എല്ലാ ജീവികളും അതുകൊണ്ട് വൈകല്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള അതിന് ജനിതകമായ അറിവ് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇൻസെസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ അങ്ങനത്തെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് വളരെ വിരളമാണ്. അത് ഒരു സൈഡാണ്. ആരും പറയാതെ തന്നെ അമ്മയും മകനോ മകളോ അച്ഛനും മകളും തമ്മിലുള്ള ബന്ധങ്ങളും സഹോദരിമാരുമായിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത് വളരെ വിരളമായി സംഭവിക്കുന്ന ഒരു സ്ഥലം. സംഭവിക്കത്തില്ല എന്നുള്ളതല്ല, സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ കുറവാണ്. അത് ആരും പഠിപ്പിക്കുകയോ പറയുകയോ ചെയ്യാതെ തന്നെ ജനിതകമായിട്ട് ഈ അതിൻ്റെ കുട്ടികളുണ്ടാകുമ്പോൾ വൈകല്യം ഉണ്ടാകും എന്നുള്ളത് ജനിതക അറിവ് എല്ലാ ജീവികളിലും, പ്രത്യേകിച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള നമ്മൾ സങ്കീർണ ജീവികളെന്ന് പറയുന്ന, അതുപോലെ തന്നെ നമ്മൾ പ്രൈമേറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്, ഇതിനകത്തെല്ലാം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ആരും പറയാതെ തന്നെ അവർഷൻ, ആന്തരികമായി നമുക്ക് അത്തരത്തിലുള്ള വികാരം സപ്രസ് ചെയ്യപ്പെടുന്നത്. പക്ഷെ അതേ സമയത്ത് യൗവനമുള്ള കാലത്ത് ഒരു 12 വയസ്സ് തൊട്ട് ഒരു 15-16 വയസ്സ് വരെയുള്ള സമയത്ത് ലൈംഗികത ഉണരുന്ന കാലമാണ് ആണിനും പെണ്ണിനും. അപ്പൊ അതുവരെ അവര് ആണും പെണ്ണും അല്ല, കുട്ടികളാണ്. നമ്മൾ ടീൻസ് എന്ന് വിളിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ 10 വയസ്സ് വരെയുള്ള കുട്ടികൾ തന്നെ കുട്ടികളാണ്. ആണും പെണ്ണുമായിട്ട് അവര് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ആണ് പെണ്ണ് ചെറുക്കൻ പെണ്ണ് എന്നൊക്കെ പറയുന്നതൊക്കെ അങ്ങനെ അകറ്റിയിരുത്തി പഠിപ്പിക്കുന്ന കാരണം കൊണ്ട് അവര് ആണും പെണ്ണുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടാകാം. പക്ഷെ വൈകാരികമായ ആണും പെണ്ണുമായി മാറുന്നു. അതുണ്ടാകാൻ തുടങ്ങുന്നെന്ന് പറയുന്നത് ആൺകുട്ടികളിലെ ശുക്ലം ഉണ്ടായി വരുന്നത് പെൺകുട്ടികളുടെ മാറിടവും അരക്കെട്ടുമെല്ലാം വളർന്ന് വികസിക്കുന്ന ആ പ്രായമാണ്. ആ സമയത്തുണ്ടാകുന്ന ഈ ലൈംഗികമായ ത്വര നമ്മുടെ ആന്തരികമായിട്ട് ഒരു ജീവി എന്നുള്ള നിലവാരത്തിൽ അടുത്ത തലമുറയെ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മളെല്ലാവരും യഥാർത്ഥത്തിലുള്ളത്. അപ്പൊ ആ സമയത്ത് അത് ഉണരുന്ന സമയത്ത് ധാരാളം ജിജ്ഞാസകൾ ഉണ്ടാകുന്നുണ്ടാവും. പലതരത്തില് ആൾക്കാർക്ക് എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ മറ്റുള്ള മറുവശത്തുള്ള ലൈംഗികമായി വ്യത്യസ്തമായ വ്യക്തിയോട് അടുപ്പം തോന്നുക അല്ലെങ്കിൽ അതിലേക്ക് ആകർഷണം തോന്നുക എന്ന് പറയുന്നത് ശക്തമാണ്. ഇങ്ങനെ വരുന്നത് അറിയുന്നവർ തന്നെയാണ് അഡൽറ്റ് ആയിട്ടുള്ള ഇതിനകത്തുള്ള വ്യക്തികളെല്ലാം. അപ്പൊ ആ സമയമാകുമ്പോഴത്തേനും ആൺകുട്ടികളും പെൺകുട്ടികളും വ്യത്യസ്തമായിട്ട് കിടന്നുറങ്ങുന്നതിനൊക്കെ എല്ലാ വീടുകളിലും ആരും പറയാതെ തന്നെ എല്ലാവരും ചെയ്തു തുടങ്ങുന്നുണ്ട്. ആൺകുട്ടികളുടെ അടുത്ത് കിടക്കും. അതായത് ഒരു പ്രായം കഴിയുമ്പോൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി കിടത്തും. എല്ലാവർക്കും അറിയാതെ ഇങ്ങനെ അറിഞ്ഞുകൂടാത്തതൊന്നും സ്വാഭാവികമായി അത് കുടുംബങ്ങളിൽ ജിജ്ഞാസ ഉണരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അവരങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനും തൊടാനും ഒക്കെ ശ്രമിച്ചു തുടങ്ങുന്നത് കാണും. അത് സാധാരണഗതിയിൽ ഈ പറയുന്ന
ഇതിന് അഗമ്യ ഗമനം എന്നാണ് പണ്ട് ഇവിടെ സംസ്കൃതത്തിലൊക്കെ പറഞ്ഞത്. അങ്ങനെ സഹോദരി സഹോദരന്മാരുമായിട്ടുള്ള ബന്ധങ്ങളിൽ അവർഷം കൊണ്ട് എന്നാൽ ആന്തരികമായിട്ടുള്ള ജുഗുപ്സ, അതിനോടുള്ള വെറുപ്പ് തോന്നുന്ന ഒരു വികാരം അതിന് സൂക്ഷ്മമായിട്ട് നിൽക്കുന്നുണ്ടാവും. അത് കാരണം കൊണ്ട് എപ്പോഴും സംഭവിക്കത്തില്ല. എന്നാ ഒന്നിച്ച് കിടന്നുറങ്ങുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തു പോയാൽ ചിലപ്പോൾ അറിയാതെ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകും. അതാണ് ഇത് അറിയുന്നത് കൊണ്ടാണ് അകറ്റിക്കിടത്തുന്നത്. അതേപോലെ തന്നെ പെൺകുട്ടികളെ നിയന്ത്രിക്കുക നടക്കും ലൈംഗികമായിട്ട്. നീ അങ്ങനെ അങ്ങനെ കളിക്കണ്ടെന്നോ അല്ലെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഈ അപ്പത്തിരിക്കുന്ന പുരുഷനായിക്കൊണ്ടിരിക്കുന്ന സഹോദരൻ അങ്ങനെ കാണാനും നോക്കാനും ഒക്കെ ശ്രമിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് അത്തരത്തിലുള്ള അകൽച്ച നമ്മൾ ഉണ്ടാക്കാറ്. ഇതിനെല്ലാം പുറത്താണ് ഈ ആരും കാണാതിരിക്കുന്ന ദിവസങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. നമുക്ക് 100-ൽ ഒരാളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നില്ല. അത് രണ്ടുപേരും ഒരാൾ നിഷേധിക്കുന്നുണ്ടാവും, മറ്റൊരാൾ അങ്ങനെ തൊഴുകൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് അത് നിഷേധിക്കപ്പെട്ടു പോവുകയാണ് സാധാരണ വീടുകളിനകത്തും കുട്ടികളുടെ ഇടയിലും എല്ലാം ഉണ്ടാകുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ പോകുന്ന സ്ഥലത്ത് ചില സമയങ്ങളിൽ മാത്രം ഉണ്ടായി പോകുന്ന ഒരു വിരളം എന്ന് നമ്മൾ പറയുന്ന ഒരു വികാരവും പ്രകടനവും അങ്ങനത്തെ ബന്ധങ്ങളും ഉണ്ടാകാറുണ്ട്. അതിനുണ്ടാകുന്ന അത്ഭുതകരമായി നമ്മൾ കാണുമെന്ന് വേണ്ട. അത് ഏത് തരത്തിലുമുള്ള ബന്ധങ്ങളിനകത്തും ഇത്തരത്തിലുള്ള നമ്മൾ സാധാരണഗതിയിൽ സംഭവിക്കത്തില്ലെന്ന് വിചാരിക്കുന്ന സംഭവിക്കുക ആക്സിഡന്റ് പോയി മനസ്സിലാക്കുക. അല്ല മൈത്രൻ, അങ്ങനെ വളരെ വിരളമായിട്ട് പറയുന്നു എങ്കിൽ പോലും ഇതിപ്പം ഇത്രയും ഒരു അപകടം സംഭവിച്ചത് കൊണ്ടാണല്ലോ നമ്മള് അല്ല മറ്റേ കേസിൽ ഒരു കുട്ടി മരിച്ചല്ലോ. നമ്മളിത് ഭയങ്കര തെറ്റാണ് എന്ന് വിചാരിക്കുന്ന ഒരു സംസ്കാരത്തിനകത്തൂടാണ് ഇത് ഭയങ്കര. സഹോദരിയുടെ മകനെ കല്യാണം കഴിക്കുകയോ അവളെ അമ്മാവന്റെ മകനെ കല്യാണം, അതൊക്കെ ഒരു സമൂഹത്തിനകത്ത് വളരെ ആക്സെപ്റ്റബിൾ അല്ല. അപ്പൊ പിന്നെ അപ്പൊ തെറ്റ് വരാത്തത് മുറപ്പെണ്ണെന്ന് പറയുന്ന സഹോദരനും സഹോദരിയും മക്കള് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഒരു സ്ത്രീയുടെ കുഞ്ഞും കൂടെ ആണെന്ന് അറിയുന്നതുകൊണ്ട് ജനതക ഒരുപോലെ അല്ല എന്നറിയുന്നതേ ഉള്ളത്. പക്ഷെ അതൊരു കാലഘട്ടം കഴിയുമ്പോൾ അത് മാറി വരുന്നുണ്ടല്ലോ. പറയുന്നത് കാലഘട്ടം വളരെ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നതല്ലേ. അതെ. അപ്പൊ പിന്നെന്താണ് ആ സമയത്ത് ഇത്ര വലിയ ഭീകര പ്രവർത്തനമാണെന്ന് ആരും ആലോചിക്കരുത്. നമ്മള് വിചാരിക്കും നമ്മുടെ സ്വത്ത് പോകാതിരിക്കുന്നതായിരുന്നു അന്ന് ഏറ്റവും വലുത്. അതെ, ക്ലിയോപാട്ര കല്യാണം കഴിച്ചത് സ്വന്തം സഹോദരനാണ്. ഈജിപ്തിലുള്ള മുഴുവൻ ഫറവോമാരും സഹോദരനും സഹോദരിയും കല്യാണം കഴിച്ചത് എന്നാൽ വംശം മാറിപ്പോകാതിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ പറയാതെ ഇത് ഊതിപ്പെരുപ്പിച്ച് അനുഭവിക്കുന്ന ഒരു സ്ഥലമുണ്ട് എന്നാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷെ അതേ സമയത്ത് നമുക്ക് മനസ്സിലാകേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ജനിതകമായി ഒരേപോലുള്ള കുട്ടികൾ ഉണ്ടാകാൻ അവര് തമ്മിൽ ബന്ധം ഉണ്ടായി കുഞ്ഞുങ്ങൾ ഉണ്ടാകരുതെന്ന് നമ്മൾ കണ്ടെത്തുന്നത് നിർബന്ധമായി വംശീയമായി ഇത് ചെയ്തിരുന്നവരുടെ ഇടയിൽ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞതാണ്. അതുകൊണ്ടാണ് സാമൂഹികമായി അതൊരു ടാബുവായി മാറുന്നത്. ഈ ഉണ്ടാകുന്ന എല്ലാ കുഞ്ഞും വികലമായിരിക്കുമോ? ഒരിക്കലും ആയിരിക്കും. അത് ഇതുപോലെ തന്നെ അറിയാം. സഹോദരനെയും കൂടെ കല്യാണം കഴിപ്പിച്ച എല്ലാ കുഞ്ഞുങ്ങളും വൈകല്യമുള്ളവരായിട്ടുണ്ടാവുന്ന ഇല്ല. അപ്പൊ നമ്മള് അതുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പറയുമ്പോഴും അത്യത്ഭുതകരമായ അതിനകത്ത് ഇതുപോലെ 100 കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനകത്ത് ഒരു 10-15 എണ്ണമുണ്ട് വികലമായിട്ട്. അപ്പൊ ആ നമ്പർ കൂടുന്നത് കൊണ്ടാണ് ഈ ആന്തരികമായ തരത്തിലുള്ള വികാരങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നതിന് സ്വാഭാവികമായി തന്നെ ജീവികളിൽ ഉണ്ടാകുകയും അത് തിരിച്ചറിയുന്ന സാമൂഹികമായി നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. അല്ലാതെ നമ്മൾ എന്തോ ആറ്റം ബോംബ് വീണ് ലക്ഷക്കണക്കിന് മനുഷ്യർ തത്തുപോയി എന്നുള്ള ഭാവത്തിലൊക്കെ ആൾക്കാർ പെരുമാറി സംസാരിക്കുകയും ചെയ്തു. മനസ്സിലാക്കേണ്ടതാണ് കുട്ടികളാണ് 14 വയസ്സും 16 വയസ്സുള്ള കുട്ടികൾ തമ്മിലുള്ള ബന്ധത്തിനകത്തുണ്ടായ കുഞ്ഞാണ്. അതേ സമയത്ത് അച്ഛൻ മകളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടാക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ചെയ്യില്ല നമ്മൾ വിചാരിക്കുന്ന സാധനം നടക്കുന്നില്ല. അപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ അത് ആ നടക്കുന്ന സാധനം എന്തുകൊണ്ടാണ് ഇതിനേക്കാൾ ഈ സഹോദരനും സഹോദരിയും ബന്ധം ഉണ്ടാക്കുന്നതിനേക്കാളും കാര്യം കൂടുതലാണ്. എന്നിട്ട് അതെന്താണ് ആരും അറിയാതിരിക്കുന്നത്? എല്ലാരും കൂടെ ചേർന്ന് നിശബ്ദമാണ്. പണ്ടെങ്ങും ഇല്ലാതിരുന്നല്ല, പണ്ട് എല്ലാ ദിവസവും ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഈ സഹോദരനും സഹോദരിയുമായിട്ട് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും കുറവുണ്ടാകുന്നതാണ്
അമ്മയും മകനും തമ്മിലുള്ള ബന്ധം. കാരണം അമ്മമാര് വളരെ നിയന്ത്രിതമായി ഈ കാര്യത്തിനകത്ത് മക്കൾ വളരുന്നതിനെ പറ്റി തിരിച്ചറിയുന്നുണ്ട്. അവര് പുരുഷനായിട്ട് അവര് നോക്കും എന്നറിയുന്ന കാരണം അതെല്ലാം നിയന്ത്രിക്കുന്നുണ്ടാണ്. പുരുഷന്മാര് കുറച്ചുകൂടെ ലൈംഗികമായ കൂടുതൽ ആൾക്കാരുമായി ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ജീവിയായിരിക്കുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ അതിനകത്ത് വരും. പക്ഷെ സഹോദരൻ സഹോദരിയും തമ്മിലുള്ള സാധ്യത ഈ പറഞ്ഞ രണ്ടെണ്ണത്തിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ. കാരണം അത് ഈ കുട്ടികളായിരിക്കുന്ന എണ്ണമുണ്ട് ഇടപഴകാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ട് അതുണ്ടാകുന്നതുകൊണ്ടാണ് അകറ്റിക്കിടത്തി നമ്മളത് പരിശീലിപ്പിക്കുക എന്ന് പറയുന്നതാണ്. ഇതിനെല്ലാം ശേഷവും ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്ന പോലെ ഇതൊക്കെ സംഭവിക്കും. ചുറ്റിനുള്ളവരും ശ്രദ്ധിക്കുക. അത് നമ്മൾ ശ്രദ്ധിക്കുന്നതിന് ശേഷവും ഉണ്ടാകാം എന്നാ ഞാൻ ഈ പറയുന്നത്. പക്ഷെ അത് ഇത്രയും വലിയ ഭീകര പ്രവർത്തനമായിട്ട് അതിനെ ചിത്രീകരിച്ചെടുക്കുക അല്ല വരുന്നത്. അതിനെ നിയന്ത്രിതമായിട്ട് ഇതിനെയാണ് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറയുന്നത്. ഇത് കൊടുക്കാതിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പണിയെല്ലാം സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ജനിതകമായി ഇത്തരത്തിലുള്ള അപകടം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കുട്ടികൾ അറിയേണ്ടതുണ്ട്. അവരറിഞ്ഞിട്ടില്ല. ഇത് പഠിപ്പിക്കേണ്ടതാണ്. കാരണം നമ്മൾ ഇത് മനസ്സിലാക്കാനുള്ളത് കഴിഞ്ഞാൽ ആക്സിഡന്റ് ഉണ്ടാകുമെന്ന് പഠിപ്പിക്കേണ്ടതാണ്. ഇത്രയും സ്പീഡിൽ ഓടിക്കരുതെന്ന് ഹെൽമെറ്റ് വയ്ക്കണമെന്ന് പഠിപ്പിക്കുന്നവരെ പഠിപ്പിക്കേണ്ടതാണ്. ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കേണ്ട ബാധ്യതയില്ലാത്തവർ അത് കൊടുക്കാതിരുന്നത് കൊണ്ടാണ് ആ തരത്തില് സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇതെല്ലാം ചെയ്തതിന് ശേഷവും സംഭവിക്കുന്നില്ല. വിദ്യാഭ്യാസം കൊടുക്കുന്ന എല്ലാം പഠിച്ച് സകല തരത്തിലും വണ്ടി ഓടിക്കാൻ കറക്റ്റ് ആയിട്ടായാലും ആക്സിഡന്റ് ഉണ്ടാവില്ല. തന്നെയാണ് ആക്സിഡന്റ്. അപ്പൊ അതിനെ സമീപിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇത് കുട്ടികൾ തമ്മിലുണ്ടായിപ്പോയ ഒരു ബന്ധമാണ്. അതിനകത്ത് ഇത് സംഭവിച്ചു പോയി. അതിന് എന്ത് ചെയ്യണം എന്നുള്ളത് കുഞ്ഞിനെ നമുക്ക് വളർത്താൻ ഒരു കുഴപ്പമില്ല. ഒന്നും സംഭവിക്കുന്നത് അതിന്റെ മുകളിൽ ഇത്രയും വലിയ ഭീകര പ്രവർത്തനം എന്ന് പറയുന്ന നിലവാരത്തിൽ ചർച്ച ചെയ്ത് വഷളാക്കേണ്ട ഒരു ലോകമൊന്നും. ആ രണ്ട് കുട്ടികളെടുത്ത് അത് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തി ആ കുട്ടിയെ ആ വീട്ടുകാർക്ക് തന്നെ വളർത്താവുന്ന കാര്യം മാത്രമാണ്. അല്ലാതെ അതിൽ ആറ്റം ബോംബ് വീണ പ്രശ്നമോ അല്ലെങ്കിൽ ഒരാളെ കുത്തിക്കൊന്ന ലോകമോ അല്ല. അത്തരത്തിലാണ് മനസ്സിലാക്കണം. ഇതിങ്ങനെ മോറൽ എന്ന് പറയുന്നത് മനുഷ്യരെ നിയന്ത്രിച്ച് ലോകത്ത് കുറച്ചുകൂടെ സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് പറയുന്നതിനുണ്ടായിരിക്കുന്ന സാധന സദാചാരം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ അത് ആളുകളെ വെട്ടാനും കൊല്ലാനും കുത്തിക്കൊല്ലാനും അപകടമാണെന്നും ഫിയർ മോങ്കറിങ് ഉണ്ടാക്കുന്നതിനൊന്നും അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ 1000-ലൊരു ഇപ്പൊ സഹോദരനും സഹോദരിയും തമ്മിൽ ബന്ധം ഉണ്ടായി കുഞ്ഞുങ്ങളെ ഒരു സ്ഥലത്തെ കസ്റ്റം ഇതാണ്. സഹോദരനും സഹോദരി പറഞ്ഞാൽ ഈജിപ്തിൽ അങ്ങനെ ആയിരുന്നു. ആ സമയത്ത് വൈകല്യം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായി എന്നുള്ളതാണ് അതിനകത്തുനിന്ന് അവരത് വേണ്ടാന്ന് തീരുമാനിക്കുന്നത്. അത്രയും കാര്യങ്ങളുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് മാത്രം ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ഇതിനപ്പുറത്തോട്ട് അതിനകത്ത് യാതൊരു ഭീകര പ്രവർത്തനവും അതിലില്ല. ഇഷ്ടം കൊണ്ട് രണ്ട് ആണും പെൺകുട്ടിയും ബന്ധം ഉണ്ടാക്കുന്നത്. ഇനി സഹോദരനും സഹോദരി അല്ലാത്ത ആൾക്കാർ തമ്മിൽ ബന്ധം ഉണ്ടാക്കി കുഞ്ഞുണ്ടായ നിങ്ങൾ എന്ത് പറയും? അപ്പോൾ ഇത്തരം കളവൊക്കെ വയ്ക്കും. ഇത് നമ്മളെന്തോ മഹത്തായ തെറ്റ് ചെയ്യുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ടാണ്. നമ്മൾ മനസ്സിലാക്കാനുള്ളത് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ലൈംഗിക വ്യക്തിയിൽ ഏർപ്പെട്ട് കുട്ടി ഉണ്ടായാൽ അവര് കുട്ടിയാണ്. അവര് കുട്ടികളായിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഉത്തരവാദിത്വം എടുത്താൽ കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പ്രായപൂർത്തിയായവര് തമ്മില് ബന്ധം ഉണ്ടാക്കണം എന്ന് പറയുന്നത്. ഇത്രയും അർത്ഥമേ ഉള്ളൂ. അല്ലാതെ ലോകത്ത് ഭയങ്കര അപകടകരമായ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടല്ല. കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയാൽ 3 കുട്ടികൾ ഉണ്ടാകും എന്നുള്ളതാണ് സംഭവിക്കുന്നത്. ആര് നോക്കും? ഇതാണ് പ്രശ്നം. അപ്പൊ അതിനുള്ള പരിപക്വമായിട്ടില്ലാത്തത് കൊണ്ട് പക്ഷെ പ്രകൃതിയിൽ ഇത് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാറുണ്ട്. ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പണ്ട് ഗോത്രത്തിനകത്താകുമ്പോൾ എല്ലാവരുടെ ചേർന്നങ്ങ് വളർത്തും. അത്രയേ ഉള്ളായിരുന്നു. അല്ല ഇതിന്റെ മേളിൽ കിടന്ന് ഇങ്ങനെ ചർച്ച ചെയ്ത് തലപൊട്ടിക്കത്തൊന്നുമില്ലായിരുന്നു. ഇത് ഈ സ്വത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അടുത്ത വംശം എന്റെ വംശം തന്നെ നിലനിൽക്കണമെന്നൊക്കെ തീരുമാനിക്കുന്ന യുക്തികളൊക്കെ ലോകത്ത് വന്നപ്പോഴാണ് നമ്മൾ ഇതിനെ മുഴുവൻ ഇങ്ങനെ നിയന്ത്രിതമായി ഇത് തെറ്റാണ് ശരിയാണ് ഇത് ചെയ്തുകൂടെ അത് ചെയ്യണം എന്നൊക്കെ പറയുന്നത് മുഴുവനും സാമൂഹികമായ ആവശ്യങ്ങൾ ഉണ്ടാക്കിയതാണ്. അല്ല ലോകത്ത് ഭയങ്കര തെറ്റുകളൊന്നുമല്ല. നമ്മൾ തെറ്റായിട്ട് ആകെ കാണേണ്ടത് വേറൊരാളെ കൊല്ലുന്നതാണ് യഥാർത്ഥത്തിൽ. മറ്റൊരാൾക്ക് ദ്രോഹകരമായ പ്രവൃത്തി ചെയ്യുന്നതാണ്. ബാക്കിയുള്ളതെല്ലാം മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഈ സദാചാരം എന്ന് പറയുന്നത് ഭയങ്കര സംഭവമൊന്നുമല്ല. ഒരു സാമൂഹികമായി അംഗീകരിച്ചിരിക്കുന്ന ഒരു നിയമം. അത് വേറെ തരത്തിൽ നിയമം മാറ്റാവുന്നതാണ്. ഇതുകൊണ്ടാണ് 15 വയസ്സിൽ കല്യാണം 10 വയസ്സിൽ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത് 15 വയസ്സിലാക്കിയത്, പിന്നെ 18 ആക്കിയത്, 21 ആക്കിയത്. ഇതൊക്കെ മാറ്റി കഴിയുന്നത് വരെ 18 വയസ്സ് വരെ പോക്സോ കേസുണ്ട്. 20 വയസ്സായാലും പോക്സോ കേസ്.
എന്ന് ഞാൻ നമ്മളുണ്ടാക്കിയ ഒരു വളരെ ആർബിട്രറി ആയിട്ട് നമ്മളുണ്ടാക്കിയ ഒരു പോയിന്റ് ആണ് ഈ 18 എന്ന് പറയുന്നത്. അത് 16ലേക്ക് ഇപ്പൊ ഇറാനിൽ അവര് കല്യാണം കഴിക്കുന്നത് 9 വയസ്സാക്കി. ഇത് നമ്മൾ കാണുന്നത് എന്തുവാണ് ഈ ശരി തെറ്റൊക്കെ? മനുഷ്യരുണ്ടാക്കുന്ന പൊതു നിയമങ്ങൾ കൊണ്ടുണ്ടായ ശരിയും തെറ്റുക ലോകത്തുള്ളത്. അതായത് ലോകത്ത് ശരിയും തെറ്റുമൊന്നുമില്ല. അത്ര നമ്മളറിയണം. മനുഷ്യനിർമ്മിതമായ ശരിയും നിയമങ്ങൾ കൊണ്ട് മാത്രം. അത് പണ്ട് ദൈവത്തിന്റെ പേര് പറഞ്ഞുണ്ടാക്കിയ നിയമമായത്, ദൈവത്തിന്റെ പേരല്ല നമ്മളെല്ലാവരും കൂടെ ചർച്ച ചെയ്തുണ്ടാക്കിയ നിയമമായാലും ശരി, നിയമം കൊണ്ടാണ് ശരിയും തെറ്റുണ്ടാകുന്നത് അറിയണം. അല്ല പ്രപഞ്ചത്തിനകത്ത് അതിഭീകരമായ പ്രവർത്തനങ്ങളൊന്നുമല്ല. ഒരു എന്താണ് വെറുപ്പും ഉണ്ടാകാതെ ഇഷ്ടം കൊണ്ട് മാത്രം ഉണ്ടായിപ്പോയ ഒരു കുഞ്ഞു മാത്രമാണ്. അതിനെ വളർത്തിയാൽ സൗകര്യം. അല്ല, ഈ കുട്ടികളിലെ ഈ ഒരു പ്രായത്തിൽ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞ പോലെ നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾ കുട്ടികൾ, നിങ്ങൾക്ക് തന്നെത്താൻ ജീവിക്കാനുള്ള അറിവ് തിന്നില്ല, പക്ഷെ സ്വന്തമായി വരുമാനമില്ല. ആ വരുമാനം ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അത് തെറ്റായത് കൊണ്ടല്ല. മനസ്സിലായി. പക്ഷെ ഈ കുറച്ച് പ്രായമുള്ളവർ, അതായത് കുറച്ച് അറിവും പക്വതയുമുള്ള 30 വയസ്സിന് മുകളിലുള്ളവർ ഈ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതൊരു പക്വതയില്ലായ്മയായിട്ട് അല്ല അങ്ങനെ ഒരു വികാരം തോന്നിയാൽ അച്ഛൻ മകളെ ബലാത്സംഗം ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ ഇണക്കി കുഞ്ഞിനെ ഉണ്ടാക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ തെറ്റാന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം ഇല്ലാതെ അയാൾ പെരുമാറി എന്നുള്ളത് കൊണ്ടാണ് അതിനെ തെറ്റെന്ന് വീണ്ടും പറയുന്നത്. പ്രായമുള്ള ആൾ ഇങ്ങനെ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന ആള് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ തെറ്റിനെ കൂടുതലായിട്ട് കാണുന്നത്. അത്രേ ഉള്ളൂ. നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ട സാമൂഹികമായി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന നിയമം കൊണ്ടുള്ള തെറ്റ് ശരിയാണിതെന്ന് അറിയണം. അത് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ എന്നുള്ള ഇംഗ്ലീഷ് പറയുന്നതല്ല. അത് ഭയങ്കര പ്രശ്നമൊന്നും അല്ലതൊന്നും. നമ്മളിത് മനസ്സിലാക്കാനുള്ളത് മനുഷ്യരുണ്ടാക്കുന്ന നിയമങ്ങളാണ്. എപ്പോഴാണ് പ്രായപൂർത്തിയായത്? അപ്പുറത്തുള്ള ശത്രുവിനെ പോലെ കാണുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന സമീപനമാണ് ഇതിനകത്ത് മുഴുവൻ. അന്യരെല്ലാം വെറുക്കപ്പെടേണ്ടവരാണെന്ന് വിചാരിക്കുന്നവരുടെ ലോകത്തോട് ഈ വിഷയങ്ങളെ സമീപിച്ചുകൂടാ. ഇതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഓരോ തരത്തിലുള്ള വയലേഷൻസ് നമ്മൾ ഈ പറയുന്നത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ മനുഷ്യരും ചെയ്യുന്നതാണ്. എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്. നാട്ടിനകത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ചിട്ടാണ് ഈ നാട്ടിലെ പൗരരെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതില്ല. അപ്പൊ പിന്നെ എന്തിനാണ് ആ ചർച്ച? ഇതിന് മാത്രം ഇത്രയും വലിയ ഊതിപ്പെരുപ്പിച്ച് അനുഭവിക്കുന്നത്? നമ്മളിത് നിയന്ത്രണങ്ങൾ വേണം എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ്. അത് വേണം, അത് വേണ്ട എന്നല്ലേ പറയുന്നത്. പക്ഷെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ തെറ്റും കുറ്റവുമായി ഇതിനെ എല്ലാം മാറ്റുന്നത് ഊതിപ്പെരുപ്പിക്കുന്നത്. അത്രേ ഉള്ളൂ. അത്രയും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ 1000 പേരോട് ദിവസവും ഇത്തരത്തിലുള്ള കുറ്റത്തിന് പുറത്തിട്ടാണ് ഈ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള ആയിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വയം കൊല്ലാത്തത്? മറ്റുള്ളവരെ കൊല്ലണമെന്ന് ആലോചിക്കുന്ന ആൾക്കാരാണല്ലോ എല്ലാവരും. എന്നിട്ട് അവരൊരു ദിവസവും കുളിച്ചൊരുക്കി വൃത്തിയായി പുറത്തോട്ട് എങ്ങനെ നിലനിൽക്കുന്നത്? കൈക്കൂലി കൊടുത്തിട്ടില്ലേ നിങ്ങള്? കൊടുത്തിട്ടുണ്ടാകും. നാട്ടിൽ ജീവിച്ചാൽ ചെയ്യും, പക്ഷെ തെറ്റാ. ഇതുപോലെ 100 കണക്കിന് തെറ്റുകൾ നമ്മളെല്ലാവരും ചെയ്യും. പക്ഷെ നിയന്ത്രിതമായിട്ട് നമ്മൾ ഉള്ളതിനകത്ത് ചെറിയ ചെറിയ തെറ്റുകളുടെ ലോകങ്ങളുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാം അങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്തുകൂടാ എന്ന് പറയുന്നതാണ് നമ്മൾ മനുഷ്യത്വപരമായി പെരുമാറണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു കോടതിയിൽ ചെല്ലുമ്പോഴും നിയമവിരുദ്ധമായി ഒരാൾ ചെയ്യുമ്പോഴും സാഹചര്യം മുഴുവൻ പരിശോധിച്ച് നോക്കിയതിന് ശേഷം ഒരു തെറ്റ് ഒരാളെ കൊന്നു എന്ന് പറയുന്നതിന് 7 വർഷത്തെ തടവ് തൊട്ട് 14 വർഷം വരെയും അത് കഴിഞ്ഞാൽ തൂക്കിക്കൊല്ലുന്നതും ഒക്കെ ചെയ്യുന്ന ഒരു നാട്ടിലേക്ക് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ 7 വർഷം വെച്ചിരിക്കുന്നത്? സാഹചര്യങ്ങൾ പരിശോധിച്ച് നോക്കിയതിന് ശേഷം ഇത് കുറക്കപ്പെടാൻ പറ്റുന്ന ഏരിയകൾ അതിനുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും കുറച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഇതിനാണ് അതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരേ പ്രവൃത്തി അതിന് 2 ശിക്ഷ വരും. അത് ഇതുകൊണ്ടാണ്. ഒരാൾ പ്ലാൻ ചെയ്ത് കൊലപാതകം നടത്തിയാൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം. അതേ സമയത്ത് ഒരാൾക്ക് ദേഷ്യം വന്നിട്ട് അടിച്ചപ്പോൾ അയാൾ ആ അടി കൊണ്ട് ആള് തലയും കുത്തി വീണ് അപ്പുറത്ത് ഒരു കല്ലയെ തലയടിച്ചാൽ സാങ്കേതികമായിട്ട് കൊന്നിട്ടുണ്ട്. പക്ഷെ അയാൾ അതിനെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല. സ്വന്തം മകളെയാണ് ചിലപ്പോൾ അത് ജയിപ്പിക്കുന്നത്. അവർ മരിച്ചുപോയി. ആ സമയത്ത് എല്ലാവരും കൂടെ വിഷമിക്കുന്നതാണ്, ഈ ചെയ്ത ആളും വിഷമിക്കുന്നതാണ്. അങ്ങനെ വരുന്ന ആ കുറ്റങ്ങളെ എല്ലാം നമ്മൾ ഇതുപോലെ മനസ്സിലാക്കി
അതിനകത്ത് ഏറ്റവും മിതമായ ഉള്ള ശിക്ഷകളും. ഇതൊക്കെ നമ്മൾ അങ്ങനെ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ലോകത്തിനെ നമ്മൾ മനസ്സിലാക്കി മനുഷ്യനെന്ന് പറയുന്ന ജീവി അവരുടെ തന്നെ ഉന്നമനത്തിനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് അറിയണം. അത് നിയമം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല. ഇതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ സ്വാതന്ത്ര്യവും സന്തോഷവും തരുന്നതിന് വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുന്ന നിയമങ്ങളാണ്. അല്ല നിയമത്തിന് വേണ്ടി ജീവിക്കാനല്ല നമ്മൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ മറ്റുള്ളവരുടെ കാര്യം വരുമ്പോൾ, അന്യരെ നമ്മൾ വിളിക്കുന്നവരുടെ കാര്യം വരുമ്പോൾ അവരെല്ലാം നിയമം തെറ്റിക്കരുത് നമ്മൾ നിർബന്ധം പിടിക്കും. അത് അന്യരോടുള്ള വിരോധം കൊണ്ടുണ്ടാകുന്നതാണ്. അല്ലാതെ അത് മെച്ചപ്പെട്ട ശരി പറയുമൊന്നുമല്ല. ഇതുകൊണ്ടാണ് ജനാധിപത്യ സംസ്കാരത്തിനകത്ത് നമ്മൾ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് കുട്ടികളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. പക്ഷെ അതിനെല്ലാ ശേഷവും ലോകത്തെ ഏത് പഠനവും ഏത് സാധനവും എത്ര നിയന്ത്രണങ്ങൾക്ക് ശേഷവും അപകടങ്ങൾ ഉണ്ടാകുമെന്ന് അറിയുന്നത് പോലെ ഈ നിയമങ്ങൾ തെറ്റിക്കുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അറിയണം. സ്വന്തം കുഞ്ഞുങ്ങളെ വിലയ്ക്ക് വിട്ടുകൊണ്ടിരുന്ന നാടാണ് ഈ നമ്മീ കേരളം തൊട്ട് എല്ലായിടവും. ദാരിദ്ര്യം മൂത്ത് കഴിയുമ്പോൾ കുട്ടികളെ വിൽക്കുന്നവരായിരുന്നു. വിൽക്കരുതെന്ന് പറഞ്ഞ് നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ഈ കേരളത്തിലെ രാജാവ് ഒരു രാജ്ഞിയുടെ ശാസനമുണ്ട്, ഇനി തൊട്ട് കുട്ടികളെ വിൽക്കരുത്. അപ്പൊ കുട്ടികളെ വിൽക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അമ്മ അച്ഛനും ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കത്തില്ലത്. പക്ഷെ ചെയ്യും, ദാരിദ്ര്യം ചെയ്യും. അപ്പോഴാണ് നമ്മൾ സാഹചര്യങ്ങളെ പറ്റി നമ്മൾ പറയുന്നത്. ഇതുപോലെ നമ്മൾ ലോകത്തിനെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ തരത്തിലുള്ള വിഷയങ്ങൾ എടുക്കണം. അതിന് പകരം ഈ ടെലിവിഷൻ ചാനൽ ഉണ്ടാക്കുന്നതിനും പത്രം ഇളക്കുന്നതിനും അവന്റെ സാധനം വിറ്റു പോകുന്നതിന് വേണ്ടി ഊതി പെരുപ്പിച്ച് എഴുതി പിടിപ്പിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടല്ല ലോകത്തിനെ മനസ്സിലാക്കേണ്ടത്, ലോകത്തിനെ സമീപിക്കേണ്ടതും മറ്റുള്ളവരെ മനസ്സിലാക്കേണ്ടതും മറ്റുള്ളവരോട് പെരുമാറേണ്ടതും. രാവിലത്തെ ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ഒരു ജഡ്ജി വിധിച്ചുകൂടാ. ഇത് നമ്മൾ അറിയേണ്ടതാണ്. അയാൾ ഈ ലോകത്തിനെ മനസ്സിലാക്കേണ്ട മനുഷ്യനാണ്. അയാൾക്ക് കൂടുതൽ ഉത്തരവാദിത്വം. അല്ലാതെ അയാൾ പത്രം വായിച്ചിട്ട് ഈ കേസ് എടുത്താൽ എന്നെ എല്ലാവരും അറിയും എന്ന് വിചാരിച്ചിട്ടുള്ള വിധികൾ ഉണ്ടാക്കിക്കൊള്ളു. ഇതുപോലൊക്കെയാണ് തന്നെ എല്ലാം മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈംഗികമായിട്ടുള്ള ചോദനകൾ ഉണരുന്ന കുട്ടികളെ ലൈംഗിക വിദ്യാഭ്യാസം കൊടുത്ത് എന്തുകൊണ്ട് നിങ്ങൾ കുട്ടികളെ ഉണ്ടാക്കിക്കൂടാ? കുട്ടികൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടായിരിക്കുന്നു, പക്ഷെ കുട്ടികളെ ഉണ്ടാക്കിക്കൂടാ എന്ന് പറയുന്നത് തെറ്റായതുകൊണ്ടല്ല. അവർ കുട്ടികളെ ഉണ്ടാക്കിയാൽ ആ കുട്ടികളെ വളർത്താനുള്ള കഴിവില്ലാത്തവരായിരുന്നു. അതുവഴിയാണ് അത് തെറ്റാകുന്നത്. അല്ലാതെ അത് തെറ്റായതുകൊണ്ടല്ല. ലോകത്തെ ഏറ്റവും ദ്രോഹപ്രവൃത്തികൾ അല്ലിക്കുന്നത്. ഇതൊക്കെ നമ്മൾ അറിയേണ്ടത്. ബലാത്സംഗം പോലെ അല്ല ലൈംഗിക ബന്ധം. പരസ്പരം ഇഷ്ടത്തോടെ ചെയ്താണ് ഈ പറഞ്ഞ അച്ഛനും മകളും തമ്മിലോ അമ്മയും മകനും തമ്മിലോ സഹോദരനും സഹോദരിയും തമ്മിൽ ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി പോലെയുള്ളതിനെ നമ്മൾ ആവർത്തിക്കരുതെന്ന് പറയുന്ന ശാസനകളുടെ ലോകത്ത് നിർത്തേണ്ടി. അല്ലാതെ അവരെ തൂക്കിക്കൊന്ന അച്ഛനെ തൂക്കിക്കൊന്ന മക്കൾക്ക് അച്ഛനില്ലാതായി പോകുന്ന പണിയാണത്. ആരോഗ്യനെ അധ്വാനിച്ച് ഉണ്ടാക്കി കൊടുക്കും. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. പക്ഷെ നിയന്ത്രണങ്ങൾ വേണ്ട. അതിന് ഒരു സംശയം നോക്കുക. അത് റോഡിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കുന്നതാണ്. നിയന്ത്രണങ്ങളുടെ ലോകങ്ങളാണ്. അത് നമ്മൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് പഠിപ്പിക്കേണ്ട സ്ഥലങ്ങളാണ്. നിയന്ത്രണങ്ങളുടെ ലോകമാണ്. അല്ലാതെ ലോകത്തെ ഏറ്റവും വലിയ തെറ്റുകളാണ് ഇതെല്ലാം എന്ന് പഠിപ്പിക്കുകയല്ല വരുന്നത്. ആ നിലവാരത്തില് മനുഷ്യരെ പറഞ്ഞാൽ സ്വാഭാവികമായ ഒരു ജീവിയാണ്. ആ ജീവി അതിന്റെ ആന്തരികമായ ചോദന കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കി നിയന്ത്രണങ്ങൾ പഠിപ്പിച്ച് നമ്മൾ രൂപപ്പെടുത്തുന്നു എന്നുള്ളതല്ലാതെ ഭയപ്പെടുത്തി ഉണ്ടാക്കുന്ന ലോകമല്ല. പറഞ്ഞ് മനസ്സിലാക്കിയാൽ 99% ആൾക്കാർ ചെയ്യില്ല. അറിയുന്നില്ലെന്ന് മാത്രം അല്ല, ചെയ്യേണ്ടേ ഇല്ല. 99% ചെയ്യില്ല. അതിനുശേഷവും ചെയ്യുന്ന കുറച്ച് പേരുണ്ടാകും. അവർക്ക് വേണ്ടിയാണ് നമ്മൾ നിയമങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അല്ല, നമ്മള് ചെറുപ്പം മുതലേ കേട്ട് വളർന്ന ഒരു വാക്കുണ്ട്, അമ്മയും പെങ്ങളെയും തിരിച്ചറിയുക എന്നുള്ളത്. അതാ പറഞ്ഞ പറയുന്നത് പഠിപ്പിക്കുന്നത് ഈ പറയുന്ന കാരണം കൊണ്ടാണ്. അല്ല, അത് ലൈംഗികമായി അവരിൽ ഉണ്ടാകുന്ന കുഞ്ഞ് വൈകല്യം ഉണ്ടാകുന്ന, അല്ലാതെ ഭീകര പ്രവർത്തനം അല്ലതൊന്നും. അല്ല, മനസ്സിലായി. നമ്മള് ജനാധിപത്യത്തിന്റെ മുന്നിൽ വരുന്ന സമയത്ത് മറ്റുള്ളവരെ അന്യരെ പോലെ കണ്ട് ശിക്ഷിച്ചിരുന്ന യുക്തിക്കകത്തല്ല നമ്മൾ ലോകത്ത് പറയേണ്ടത്. ശിക്ഷ എന്ന് പറയുന്ന ഒരാളെ നവീകരിച്ച് തിരിച്ച് സമൂഹത്തിലേക്ക് വരാനാണ്. മറ്റുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടി മാതൃകാപരമായി ശിക്ഷിക്കുന്ന ശിക്ഷകളല്ലത്. അത് രാജാവിൻ്റെതാണ്. വേറെ ആരെയും നോക്കണ്ട. അവർക്ക് ജനാധിപത്യത്തിനകത്ത് ജനങ്ങളാണ് പരമാധികാരികൾ. അവർക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ് നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്.
നമ്മളെ മനസ്സിലാക്കണം. മനുഷ്യൻ എന്നുള്ള നിലവാരത്തിൽ, ജീവി എന്നുള്ള നിലവാരത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറും, അതിന് നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ കാരണം കൊണ്ട് പരസ്പരം ബഹുമാനപൂർവ്വം പെരുമാറണം പഠിപ്പിക്കുന്നതാണ് ആ സ്ഥലം. ഇതുകൊണ്ടാണ് ശരീരത്തിനെ പറ്റി, മനസ്സിനെ പറ്റി, ലോകത്തിനെ പറ്റി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്നതാണ് ക്ലാസ് റൂമിൽ നടക്കേണ്ടത്. ഇത് ചെയ്യപ്പെടാതിരുന്നിട്ട് കുറ്റവാളികളെ സൃഷ്ടിക്കുന്ന സമൂഹമാണ് നമ്മുടെ നിയമങ്ങളാണ് ഇത്രയധികം കുറ്റവാളികളെ ഉത്പാദിപ്പിക്കുന്നത്. അല്ലാതെ ആളുകൾ എന്തെങ്കിലും കുറ്റം ചെയ്യുന്നുണ്ടല്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന നിയമം കൊണ്ട് മാത്രമാണ് കുറ്റം. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളുടെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നലെ വരെ മണ്ണ് വാരി ജീവിച്ചിരുന്നിടത്ത് പഞ്ചായത്ത് തീരുമാനിക്കും നാളത്തെ മണ്ണ് തോട്ടിന് വാരണ്ട എന്ന് പറഞ്ഞാൽ മണൽ വാരൽ തൊഴിലാളി അടുത്ത ദിവസം പോയിട്ട് മണൽ വാരൽ മഫിയായി മാറും. ഇന്നലെ ചെയ്ത പ്രവൃത്തിയാണത്. ഇതുകൊണ്ടാണ് നിയമം കൊണ്ടാണ് തെറ്റും ശരി ഉണ്ടാകുന്നതെന്ന് അറിയണം. അല്ലാതെ ലോകത്ത് ഇങ്ങനെ വീണ് തെറ്റ് ശരിയൊന്നും ഇല്ല. അല്ല, അത് തെറ്റ് ശരിയില്ലെന്ന് പറയുമ്പോഴും ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ സഹോദരിയുടെ കുട്ടീനെ എടുത്ത് കിണറ്റിലിട്ട് കൊന്നു എന്ന് പറഞ്ഞില്ല. പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ അത് നിങ്ങൾ പട്ടാളത്തിൽ ചേർന്ന് ലോകത്തുള്ളവരെ മുഴുവൻ വെടിവെച്ച് വന്നുകൊണ്ടിരിക്കുന്നതാണ്. വളരെ ബുദ്ധിയും കറക്റ്റും ആയിട്ടിരിക്കുന്ന ആൾക്കാർ അത് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന തെറ്റവിടെ പോയി. പ്ലാൻ ചെയ്ത്, ലോകത്ത് പ്ലാൻ ചെയ്ത് ഒരു കോടതിയിൽ ഒരാളെ വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലുമ്പോ അത്രയും വലിയ പ്ലാനിങ് ഒന്നും ലോകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയല്ല അതൊക്കെ പറയേണ്ടത്. നമ്മൾ പറയേണ്ട ലോകത്ത് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളും കാര്യങ്ങളും ഒരുപോലെ കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല. അതെന്താണ് എല്ലാവരും ഒരുപോലെ വളർത്തിയിട്ട് ഒരുപോലെ ഇരിക്കാത്ത വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ വികാരങ്ങളും വിചാരങ്ങളും നമ്മുടെ രൂപീകരണവും വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാകുന്നതെന്ന്, എല്ലാവരും ഒരുപോലെ അല്ലെന്ന് നമുക്ക് പൊതുവെ നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന നിയന്ത്രണങ്ങൾ ലോകമല്ലാതെ എല്ലാവരെയും ശരിയാക്കാൻ പറ്റുന്ന യുക്തികളൊന്നും ലോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വയം പുറത്തിട്ട് എല്ലാ ദിവസവും ചിരിച്ചോണ്ട് പുറത്തിട്ടിരുന്നു. കള്ളം ചെയ്തവനും കുറ്റം ചെയ്തവൻ തന്നെയാണ് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് ശിക്ഷിക്കപ്പെടാവുന്നവരാണ് ഈ നാട്ടിലെ 99% ആൾക്കാർ. ഹെൽമെറ്റ് വെച്ച് പോകണമെന്ന് പറഞ്ഞാൽ പോകാത്തവരും, പോലീസ് പിടിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട് മാത്രം ഒരു നെഞ്ചത്തൊരു വര വെച്ചിട്ട് സീറ്റ് ബെൽറ്റ് ഇടുന്നവനും ഒക്കെ ആയിട്ടല്ലേ നിൽക്കുന്നത്. പിടിക്കപ്പെട്ട ശിക്ഷിക്കപ്പെടുന്നവരല്ലേ അവരെല്ലാവരും. രണ്ട് കണക്ക് എഴുതാത്ത ഒരു കച്ചവടക്കാരൻ ഈ നാട്ടിൽ കാണത്തില്ല. കൈക്കൂലി കൊടുക്കാതെ ഒരു കാര്യം നടത്താത്തവര് എല്ലാം കൈക്കൂലി വാങ്ങിയവനും കൊടുത്തവനും നമ്മൾ പറയുകയാണെങ്കിൽ മുഴുവൻ പേരും ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ. എന്നിട്ട് നമ്മളെല്ലാവരും എങ്ങനെയാണ് കണ്ണാടി നോക്കി തലമുടി ഒക്കെ ചെയ്യി വൃത്തിയായിട്ട് ഉടുപ്പിട്ട് നല്ല ആൾക്കാരായിട്ട് പുറത്തോട്ടിറങ്ങുന്നത്. ഒളിഞ്ഞു നോക്കിയവന്മാരായിരിക്കും ഈ നാട്ടിലുള്ള മുഴുവൻ പേര്. കുറ്റം ചെയ്തല്ലേ, പിടിക്കപ്പെടാതിരുന്നോണ്ടല്ലേ. പിടിക്കപ്പെടാത്തവരും പിടിക്കപ്പെട്ടവരും മാത്രമേ ഉള്ളൂ ഇവിടെ. അല്ല കള്ളന്മാരും നല്ലവരും അല്ല ഉള്ളത്. പിടിക്കപ്പെട്ട കള്ളനും പിടിക്കപ്പെടാത്ത കള്ളന്മാരും മാത്രമേ നാട്ടിലുള്ളൂ. ഇതൊക്കെ നമ്മൾ അറിയണം. അതുകൊണ്ട് അങ്ങനെ ഊതി പെരുപ്പിച്ച് മനസ്സിലാക്കുക വേണ്ടത്. പക്ഷെ നിയന്ത്രണങ്ങൾ നമുക്ക് ആവശ്യം. ഒരു സംശയവും വേണ്ട. പഞ്ചസാര കൊണ്ട് കുഴപ്പമുണ്ടാകുന്നവൻ പഞ്ചസാര കഴിക്കരുതെന്ന് പറയുന്നില്ല. അവൻ രാത്രി രഹസ്യമായിട്ട് പോയി കേക്ക് എടുത്ത് തിന്നുന്ന സമയത്ത് നമ്മൾ പിടിക്കുമ്പോൾ അവൻ കുറ്റവാളിയെ പോലെ നിൽക്കത്തില്ലേ? എല്ലാ ഡയബറ്റീസുകാരും ഇത് രഹസ്യമായിട്ട് ചെയ്യുന്നതല്ലേ? ചെയ്തുകൂടാന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. എന്താ പ്രായപൂർത്തിയായിട്ടില്ലേ? നിങ്ങൾ ആരെ പറ്റിയായി പറയുന്നത്? അതുകൊണ്ടാണ് മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ നിയന്ത്രണങ്ങളുണ്ട്, നമുക്ക് കുറച്ചുകൂടെ നന്നായി ജീവിക്കാം എന്ന് കണ്ടെത്തുന്നു എന്നുള്ളതല്ലാതെ ഭീകര പ്രവർത്തനങ്ങളായിട്ട് നീ ഒന്നും ചിത്രീകരിക്കുന്നത്. അതേ സമയത്ത് നിയന്ത്രണങ്ങൾ ആവശ്യമാണ്, ശിക്ഷകൾ ആവശ്യമാണ്. പക്ഷെ ശിക്ഷ എന്ന് പറയുന്നത് അവര് നവീകരിച്ച് തിരിച്ച് സമൂഹത്തിൽ വരാനായിട്ടുള്ളതാണ് ശിക്ഷ ജനാധിപത്യത്തിൽ. അതുകൊണ്ട് അങ്ങനെ ഈ വിഷയങ്ങളെ മനസ്സിലാക്കി സമീപിക്കുന്നതാണ് ശരി. അല്ലാതെ സഹോദരനും സഹോദരിയും തമ്മിൽ കുഞ്ഞുണ്ടാക്കിയാൽ പ്രപഞ്ചത്തിൽ എന്താണ് ആകാശം ഇടിഞ്ഞ് താഴോട്ട് വീഴുമെന്നൊക്കെ പറയുന്ന ചർച്ച ചെയ്യേണ്ട ആവശ്യം.